ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ദുബായ് സീരീസിലെ ഡേ 2 ഈവനിങ് നമ്മളുള്ളത് ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ മിറാക്കിൾ ഗാർഡനും ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ വീഡിയോസ് ഇവിടെ കാണാം കേട്ടോ. അടിപൊളിയാണ് നമ്മുടെ ദുബായ് യാത്ര. ദുബായിലെ ഡേ 2 ഈവനിങ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ. ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്കൊരു മിനി വേൾഡ് വിത്തിൻ എന്ന് തന്നെ പറയാം. 19 വെറൈറ്റീസ് ഓഫ് കൾച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അകത്ത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ കൺട്രീസിൻ്റെയും യുണീക്ക് സ്ട്രക്ചേഴ്സാണ് കാണാൻ പറ്റുന്നത്. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ കൺട്രീസിൻ്റെയും ഓരോ പവലിയൻസ് കാണാൻ പറ്റും. അതിനുള്ളിൽ തന്നെ അവരുടെ സ്പെഷ്യൽ ഫുഡ്സ് ആൻഡ് ഷോപ്പിംഗ് സ്പോട്ട്സ് ആണുള്ളത്. ആദ്യം തന്നെ നമുക്ക് തായ് മസാജിൻ്റെ ഒരു സ്പോട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈജിപ്തിൻ്റെ പവലിയനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതിലോട്ട് തന്നെ നടക്കാം. ഉള്ളിലോട്ട് കയറും തോറും അവരുടെ കൾച്ചർ ഡിനോട്ട് ചെയ്യുന്ന ഓരോ ഷോപ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത് ഇന്ത്യയിലേക്കാണ് കേട്ടോ. ഇന്ത്യയുടെ പവലിയനിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് രാജസ്ഥാൻ കൾച്ചറാണ് കേട്ടോ. ഫ്രണ്ടിലോട്ട് പോകുന്നതോറും നമുക്ക് ബാക്കി കൾച്ചേഴ്സും കാണാൻ പറ്റും. ഒക്ടോബർ ടു മെയ് ആണ് ഗ്ലോബൽ വില്ലേജിൻ്റെ സീസൺ വരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് പവലിയൻസ് നടന്ന് കാണാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചൈനയിലേക്ക് പോവാം. ചെറിയ ചെറിയ ചൈന ഷോപ്സും അതുപോലെ തന്നെ ഫുഡ് സ്പോട്ട്സും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ചൈന കണ്ടിറങ്ങിയപ്പോഴേക്കും നമുക്കൊരു 5 ഡ്രംസ് പെർഫോമൻസ് ആയിരുന്നു കാണാൻ പറ്റിയത്. പവലിയൻസ് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ എക്സ്ട്രാ പേയബിൾ ആണ്. ടിക്കറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. നടന്ന ക്ഷീണം മാറ്റാൻ ഒരു തന്തൂരി ചായ കുടിച്ചോട്ടോ. അതിൻ്റെ മേക്കിംഗ് ഒരു വെറൈറ്റി തന്നെയാണ്.
ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു നിലവിളി ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ദേ ഈ ഒരു റൈഡിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്ന ശബ്ദമാണ് കേട്ടോ. 15+ പവലിയൻസ് ഇതിനകത്തുണ്ട് കേട്ടോ. അതിൽ സെലക്ട് ചെയ്ത് മാത്രമാണ് നമ്മൾ കണ്ടത്. അതിലും സെലക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മാത്രമാണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. കയറിയതിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആഫ്രിക്കയുടെ പവലിയനാണ് കേട്ടോ. ഇതിനകത്തൊരു മെയിൻ സ്റ്റേജ് ഉണ്ട് കേട്ടോ. സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന അവിടെ എപ്പോഴും ഒരു കൾച്ചറൽ പെർഫോമൻസ് നടന്നുകൊണ്ടേയിരിക്കും. ഒരു വെറൈറ്റി സ്വീറ്റ്സ് മേക്കിംഗ് കണ്ടാലോ. ഇതിനകത്തൊരു അടിപൊളി സ്റ്റണ്ട് ഷോ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ടിക്കറ്റിനകത്ത് അത് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. സോ ആരെങ്കിലും പോകാൻ നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കുക. ഈ ഒരു ഗ്ലോബൽ വില്ലേജിനകത്ത് എൻ്റെ ഫേവറേറ്റ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യണം. ഒരുപാട് ഫുഡ് വെറൈറ്റീസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഞങ്ങളും കുറച്ച് ഫുഡ് വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്തു. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് ഇതിനകത്ത്. ഒരുപാട് പവലിയൻസ് ഉള്ളതിൽ കുറച്ച് മാത്രമാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കണ്ടോ. അപ്പോൾ പോയിട്ടുള്ളവർ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ വില്ലേജിലെ മെയിൻ സംഭവങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഡേ 3 നമ്മൾ പോയത് ദുബായ് ഫ്രെയിമും അതുപോലെ തന്നെ ബുർജ് ഖലീഫയൊക്കെയാണ് കേട്ടോ. ബുർജ് ഖലീഫയിലെ ഫൗണ്ടൻ ഷോയൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.